എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, ദുബായ് മാൾ, എടക്കര. പന്തല്ലൂർ സ്വദേശി ആലുങ്ങൽ മൊയ്തീൻകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേരള പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി അംഗം അരവിന്ദ് ബാബു പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദ വിവരങ്ങൾ ലഭ്യമായതിനു ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കാനാവുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. പന്തല്ലൂർ തെക്കുംപാട്ടിലെ മുത്തൻവേല ആഘോഷവുമായി ബന്ധപ്പെട്ട അടിപിടി കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി തിങ്കളാഴ്ച സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ മൊയ്തീൻകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെ ചൊവ്വാഴ്ച പുലർച്ചെ മരണപ്പെടുകയും ചെയ്തു. പോലീസിൽ നിന്ന് മർദ്ദനമേറ്റതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 സിവിൽ പോലീസ് ഓഫീസർമാരെ ജില്ലാ പോലീസ് മേധാവി ശശിധരൻ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായാണ് കേരള പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി അംഗം അരവിന്ദ് ബാബു പാണ്ടിക്കാട് സ്റ്റേഷനിലെത്തിയത്. ബുധനാഴ്ച രാവിലെ 11:30 സ്റ്റേഷനിലെത്തിയ അദ്ദേഹം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മരണകാരണം ഹൃദയാഘാതമാണ്. ഇതിന്റെ കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വന്നെങ്കിൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. പ്രാഥമിക പരിശോധനയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റുകാരാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് അവൈലബിളായ നമ്പർ വന്നതാണ്. കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലെ തന്നെ പേപ്പറിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞ് അറിവ് കിട്ടിയിട്ടുള്ളത്. അതിനപ്പുറത്ത് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പരാതി വല്ലതും ഉണ്ടെങ്കിൽ പരാതി അടിസ്ഥാനത്തിലായും ഫർദറായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റെക്കോർഡ് വെച്ചിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് നോക്കിയിട്ടുണ്ട്. ഇവിടെയുള്ളവർ മൊഴി നോക്കിയെടുത്തിട്ടുണ്ട്. CCTV ക്യാമറ കണ്ടിട്ടുണ്ട്. അതിൽ വന്നപ്പോൾ മുതൽ പോകുന്നവരെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയാനുള്ളത് മെഡിക്കൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പറയാൻ പറ്റും എന്താണ്. ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്തായിട്ട് എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട്, അതാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും. അതിനുവേണ്ടി പരാതി കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിഡൻസ് കിട്ടുകയാണെങ്കിലോ ആണ് ചെയ്യുന്നത്. സോഫാർ അതിനുള്ളത് വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. പരാതി കിട്ടുന്ന മുറയ്ക്കാണെങ്കിൽ ചെയ്യാൻ പറ്റും. റിപ്പോർട്ട് ചെയ്യാൻ നാളെ വരെ സബ്മിറ്റ് ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. Real fruit power, real juices from Dabur.